പൂജ നടക്കുന്ന ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം കുളക്കരയിലേക്ക് വിളക്ക് കാണിച്ചു പോയിരുന്നത് സാധാരണ ഉണ്ണിയായിരുന്നു. അന്ന് പോയില്ല. പോയിരുന്നുവെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നുവെന്ന് ഉണ്ണി വിശ്വസിച്ചു. അതിൻ്റെ കുറ്റബോധം ഉണ്ണിയെ വല്ലാതെ ഉലച്ചു. റോമിക്കറിയില്ല, തലമുറകളായി ശാപങ്ങൾ പിതൃസ്വത്തായി ഏറ്റുവാങ്ങിയ തറവാട എൻ്റേത്. മേലെപ്പുറത്തെ നാഗത്താന്മാരെക്കുറിച്ച് മുത്തശ്ശി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നു, അവരെയൊക്കെ ധിക്കരിച്ചു. എനിക്കും പങ്കുണ്ട്. ഇല്ല, ശാപം മേലെപ്പുറത്തെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാ. അവർ സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റ്, അവർ സ്നേഹിക്കുന്നത് തെറ്റ്, സ്നേഹിച്ച പെണ്ണിനെ തൊടുന്നത് ഏറ്റവും വലിയ തെറ്റ്, പാപം. ഉണ്ണി വെറുതെ ഓരോന്നാലോചിച്ച്. അല്ല റോമി, അല്ല. റോമിക്കറിയോ അപ്പൻ എങ്ങനെയായതെന്ന്? മുത്തശ്ശനെ നാഗത്താന്മാര് കൊണ്ടുപോയതിൽ പിന്നെയാ. സർപ്പക്കാവില് വെച്ച് വിഷം തീണ്ടി അപ്പൻ ഭാര്യയും കൊണ്ട് ഇവിടെ വന്ന് താമസമാക്കിയതിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് മുത്തശ്ശൻ കാവില് വിളക്ക് വെക്കാൻ പോയപ്പോ ഞാനൊന്നും ഓർത്തില്ല, എല്ലാം മറന്നു. അന്ധവിശ്വാസങ്ങളിലൂടെ ലോകത്തിൽ നിന്നും നമുക്ക് പോകാം ഉണ്ണി. ഉണ്ണി, എൻ്റെ കൂടെ വരൂ ഫ്രാൻസിലേക്ക്. അവിടെ പ്രേമത്തിൻ്റെ ഒരു സാമ്രാജ്യം നമുക്ക് പണിയാം. അതിരു കുഴിലാട്ട, അതെത്തിക്കാൻ കപ്പുറത്തുള്ള ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കാം. റോമി എന്തായി പറഞ്ഞു വരുന്നത്? അതെ ഉണ്ണി, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ നമുക്ക് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാം. എല്ലാം റോമി തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? അതെ ഉണ്ണി. പക്ഷേ എന്റെ അവസ്ഥ എന്താ റോമി മനസ്സിലാക്കാത്തത്? ഉണ്ണിയുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാനത്. ഞാൻ എങ്ങനെ വരും റോമി? എന്റെ അമ്മ, വടക്കേ മുറിയിൽ സ്ഥിരബുദ്ധിയില്ലാതെ ചങ്ങലയിൽ കിടക്കുന്ന അപ്പൻ, ഇവരെയൊക്കെ വിട്ട് എനിക്കറിയായിരുന്നെങ്കിൽ എന്നേ പറഞ്ഞു തന്നേനെ ഞാനത്. ഇപ്പൊ ഒന്നേ പറയാൻ തോന്നുള്ളൂ. പ്ലീസ് ലീവ് മീ അലോൺ, പ്ലീസ്. ഞാൻ വല്ലാത്ത അവസ്ഥയില്ല റോമി. കുറ്റബോധവും പാപബോധവും എന്നെ വല്ലാതെ അലട്ടുന്നു. മനസ്സ് പിടിച്ചാൽ കിട്ടണില്ല, എങ്ങോട്ടൊക്കെ വഴുതി പോകുന്നത് പോലെ. കളിക്ക് പോയിട്ടെന്നെ കുറച്ച് ദിവസമായി. എനിക്കാകെ പേടിയാവാ. ഞാൻ പോട്ടെ. പാമ്പങ്കാവിൽ വിളക്ക് വെക്കണം. ആരും ഇല്ല ഇവിടെ? ഉണ്ടാവില്ല. ഉണ്ണിയമ്പൂരി, ഏയ് ഉണ്ണിയമ്പൂരി. ആശാനോ? ആശാൻ ഇരിക്ക. ഓ ആയിക്കോട്ടെ. എന്താണോ വിശേഷിച്ച്? ഒരു കളിക്ക് വിളിക്കാൻ വന്നതാ. ഇവിടെ അടുത്ത് തന്നെയാ. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. ഉണ്ണികൃഷ്ണൻ വരണം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല ആശാനെ. ആശാന്മാര് ശിഷ്യന്മാരോട് കൽപ്പിക്കാറാണ് പതിവ്.
ഇനി അപേക്ഷിക്കണോ? അപേക്ഷിച്ചാലും വേണ്ടില്ല, ആജ്ഞാപിച്ചാലും വേണ്ടില്ല. എനിക്ക് വരാൻ പറ്റില്ല ആശാനെ. ഓ, വലിയ തിരക്കാച്ചാ വേണ്ടേനും. ദുര്യോധനവധ കളിയെ എന്റെ ചുവന്ന താടി ഉണ്ണികൃഷ്ണന്റെ ഔദ്രഭീമനായ നന്നാവുമെന്ന് ഞാനാ ഇവരോട് പറഞ്ഞത്. തെറ്റയച്ചാ ക്ഷമിക്കുക. വരോ. നമുക്ക് വേറെ ആളെ നോക്കണോ? അത്ര തന്നെ. എണ്ണം പറഞ്ഞ ശിഷ്യന്മാരുണ്ട്. വരിക. ഉണ്ണികൃഷ്ണന്റെ അമ്മന്താ ആഹാരമൊക്കെ ഉപേക്ഷിച്ച് ദേഹത്യാഗം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുക? മനസ്സുകൊണ്ട് ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കണു ആശാനെ. പിന്നെ ഈ ശരീരം അതത്രയ്ക്ക് പ്രധാനാണോ? നടന്നതൊക്കെ നടന്നു. ഇനിയും മോനോടെന്തിനാ ഇങ്ങനെ ഒരു പ്രതികാരം പോലെ? പ്രതികാരോ? ഞാനാരാ അവനോട് പ്രതികാരം ചെയ്യാൻ? ചെറിയ കുട്ടിയാവുമ്പോഴേ കരുതി അച്ഛനേക്കാൾ കേമനാവുന്നൊക്കെ. ചിലപ്പോൾ ആയിട്ടുണ്ടാവും, ഞാനറിയാഞ്ഞിട്ടാവും. എല്ലാം എൻ്റെ തെറ്റാ. എത്ര തവണ ഏറ്റു പറഞ്ഞു ഞാൻ. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. അമ്മയോ ആശാനോ? ഒക്കെറ്റിന് കാരണം നീയാ. എല്ലാം വരുത്തി വച്ചിട്ട്. കെട്ടിത്തൂങ്ങി ചാവണോ ഞാൻ? അമ്മ പറയാ. വേണ്ട, അത് ഞാൻ ആയിക്കോളാം. നീ പോയിക്കോ ആ മദാമയുടെ കൂടെ. ഒരു അബദ്ധം പറ്റി, സമ്മതിച്ചു. ശപിച്ച് ശപിച്ച് ഞാൻ ഇല്ലാതാവും ആശാനെ. മടുത്തു, വയ്യ. ഇല്ലത്തിന്റെ അഭിമാനവും ശുദ്ധിയും പോണേന്റെ മുമ്പേ മരിക്കണമെന്നുണ്ടായിരുന്നു. വടക്കേറയിലെ ചങ്ങലയിൽ കിടക്കണ ഒരാളുണ്ടല്ലോ, അതിനെ വിചാരിക്കുമ്പോ. നിർത്തുക രണ്ടാളും. എന്താ ഇത്? എനിക്ക് തോന്നണത് ഒരു ഫ്രഞ്ചുകാരി പെൺകുട്ടീനെ കല്യാണം കഴിച്ചു വെച്ചിട്ട് ഇല്ലത്തിന്റെ അഭിമാനം ശുദ്ധിയൊന്നും തകർന്നു പോവില്ലെന്നാ. പിന്നെ ആ കുട്ടിയുടെ കൂടെ ഫ്രാൻസിലേക്ക് പോണേനും എന്താ വിരോധം? ഉണ്ണികൃഷ്ണൻ പോയാലും അമ്മയെ നോക്കാൻ ശ്രീധരൻ നമ്പൂരി ഉണ്ടല്ലോ അവിടെ. പക്ഷെ അതിനു മുമ്പ് ആ കാവിന് ചുറ്റുള്ള കാടും പടലും ഒക്കെ ഒന്ന് വെട്ടി തെളിയിക്കണം. ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല. കാടും പാമ്പൊക്കെ പ്രകൃതിക്ക് ആവശ്യം തന്നെയാ, പക്ഷെ അത് വീട്ടുമുറ്റത്താവരുത്. കാവിലെയും മച്ചിലെയും പൂജ മുടങ്ങിയാല് ഇല്ലത്തിന്റെ ഐശ്വര്യം അതോടെ തീരും. ഇത്രയും കാലം ഐശ്വര്യം കൊടികുത്തി വാഴുമായിരുന്നല്ലോ ഇവിടെ. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ. അനുഭവിക്കുക തന്നെ. ശംഭോ മഹാദേവ ഭഗവാനെ. സൂക്ഷിച്ച്. ഇല്ലത്ത് അന്വേഷിച്ചു. അപ്പോഴാ ഇവിടെയാന്നറിഞ്ഞത്. എന്തേ സേതു? അല്ല, സേതുലക്ഷ്മി. സേതുലക്ഷ്മി അത്രമാത്രം അകന്നു ഉണ്ണിയേട്ടാ നമ്മള്. എന്ത് വേഷം ഉണ്ണിയേട്ടാ അത്? പല വേഷങ്ങൾ കെട്ടിയാടുമ്പോൾ അതിലിങ്ങനെയൊരു വേഷം. എന്നാലും
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കളിക്കാൻ പോണില്ല അല്ലേ? എവിടെ എത്തേണ്ട ആളാ ഉണ്ണിയേട്ടൻ? ജീവിതല്ലേ സേതു, നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നല്ലല്ലോ നടക്കുന്നത്. റൂമി ചേച്ചി പോയി. പോകുമ്പോ ഇത് ഉണ്ണിയേട്ടന് തരാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ.